നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം തന്നെ അവിടെ തുടങ്ങിയതാണ് ചിലർക്ക് കല്ലുകടി. കേന്ദ്ര സഹമന്ത്രി സ്ഥാനം കൂടി ഏറ്റെടുത്തതോടെ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ പടച്ചുവിടുന്നവർക്ക് യാതൊരു കുറവും വന്നിട്ടില്ല. ഇപ്പോഴിതാ മറ്റൊരു രാഷ്ട്രീയ ചർച്ചയാണ് കേരളത്തിൽ ഉടലെടുത്തിരിക്കുന്നത്. കോർപ്പറേഷൻ മേയർ MK വർഗീസും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും തമ്മിലുള്ള ബന്ധത്തെ ചൊല്ലി LDF-ൽ അസ്വാരസ്യം പുകയുന്നു. LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറും CPI ജില്ലാ നേതൃത്വവും എതിർപ്പുമായി രംഗത്ത് വന്നതോടെ MK വർഗീസിനെ വിളിച്ചു വരുത്തി CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് വിശദീകരണം തേടി. തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി മേയർ പ്രവർത്തിച്ചെന്നും പദവിയിൽ നിന്ന് അദ്ദേഹത്തെ CPM പുറത്താക്കണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടിരുന്നു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജും ഇതേ ആവശ്യവുമായി CPI നേതൃത്വത്തെ സമീപിച്ചിരുന്നു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി MM വർഗീസിനെ കണ്ട് നിലപാട് വിശദമാക്കിയ മേയർ CPM നിർദ്ദേശപ്രകാരം മാധ്യമങ്ങളോടും തന്റെ ഭാഗം വിശദീകരിച്ചു. വിളിച്ചു വരുത്തിയതല്ലെന്നും താൻ സെക്രട്ടറി അങ്ങോട്ട് പോയി കണ്ടതാണെന്നും മേയർ പറഞ്ഞു. സുരേഷ് ഗോപിയുമായി ചേംബറിൽ കൂടിക്കാഴ്ച നടത്തിയതല്ലാതെ രാഷ്ട്രീയ ചർച്ച നടത്തിയിട്ടില്ലെന്നും LDF-ന്റെ രാഷ്ട്രീയ നിലപാടുകൾ പിന്തുടർന്ന് മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. CPIയുടെ പരാതി തെരഞ്ഞെടുപ്പ് അവലോകന സമിതി യോഗത്തിൽ ചർച്ച ചെയ്യാമെന്നാണ് CPM നിലപാട്. ഇതാണിപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഏതായാലും ഈ നിലപാടിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. അങ്ങനെയാണെങ്കിൽ മോദി കേരളത്തിൽ വരുമ്പോൾ എയർപോർട്ടിൽ ബൊക്കയെ പിടിച്ചു മുന്നിൽ നിൽക്കുന്ന പിണറായി വിജയൻ ഒരുമിച്ച് ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നു. ഇതൊക്കെ ഏത് വകുപ്പിൽ പെടും? അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് കയർക്കുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഒരു കലാപരിപാടിയാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. ഇവിടെ കാണാൻ സാധിക്കുന്നതും നമ്മുടെ പാർട്ടി അംഗത്തിന് പുറത്തുള്ളവരുമായി സൗഹൃദ ബന്ധം പാടില്ല. തീർത്തും പാർട്ടി അടിമകളായിരിക്കണം. നേതാക്കൾ പറയുന്നതിനപ്പുറം ചിന്തിക്കരുത്. സ്വതന്ത്രനായ ഒരു മേയർ വിചാരിച്ചാൽ ഏതായാലും സുരേഷ് ഗോപി വിജയിക്കുമോ എന്നുള്ള സാമാന്യ ബോധമുള്ളവർക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. കൊള്ളാവുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ നാടിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സംസാരിച്ചു എന്ന് കരുതിയാൽ അത്രമാത്രം അതിനെ എടുത്താൽ മതി. എന്നാൽ ഇപ്പോൾ ഒരാൾ MP-യുമാണ്, മറ്റേയാൾ മേയറുമാണ്. അവരുടെ സൗഹൃദം നാടിന് നല്ലതല്ലേ ചെയ്യൂ. ഏതായാലും സ്കൂൾ കുട്ടികളൊന്നുമല്ലല്ലോ മിണ്ടാതിരിക്കാൻ തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. ഏതായാലും വിമർശനങ്ങളൊക്കെ ഒരു സൈഡിൽ തുടരുമ്പോഴും ഇന്ന് തളി മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി. അണികളോടൊപ്പമാണ് സുരേഷ് ഗോപി ക്ഷേത്രത്തിലെത്തിയത്. ചെണ്ടമേളത്തോടെയും മുദ്രാവാക്യത്തോടെയും BJP പ്രവർത്തകർ കേന്ദ്രമന്ത്രിയെ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്തു. കേന്ദ്ര സഹമന്ത്രിയായി സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ ക്ഷേത്ര ദർശനം. ദർശനത്തിന് ശേഷം മാരാർജി ഭവനിലെത്തിയ BJP പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തും. ജില്ലയിലെ BJP നേതാക്കളുടെ നേതൃത്വത്തിൽ സുരേഷ് ഗോപിക്ക് സ്വീകരണം ഒരുക്കിയിരുന്നു. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് സിനിമാ നിർമ്മാതാവുമായ PV ഗംഗാധരന്റെ വസതിയിൽ സന്ദർശനം നടത്തും. ഇതിനുശേഷമായിരിക്കും കണ്ണൂരിലേക്ക് തിരിക്കുക. EK നായനാരുടെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ പത്നിയെ കാണും. ഇതിനുശേഷമാണ് സുരേഷ് ഗോപി തൃശൂരിലേക്ക് പോകുന്നത്. സുരേഷ് ഗോപിയുടെ ക്ഷേത്ര ദർശനം അറിഞ്ഞ് നിരവധി പേരാണ് അദ്ദേഹത്തെ കാണാനായി ക്ഷേത്ര പരിസരത്തെത്തിയത്.